എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. We are at Auckland എയർപോർട്ടിലെത്തി. ഇവിടെ നിന്ന് ഡൊമസ്റ്റിക് 15 minutes വാക്ക് ഉണ്ട് ഇന്റർനാഷണലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ബസ് ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. ബസ് കാണോ? ഇല്ല, എനിക്കിഷ്ടമാണ്. ഒരു ഈവനിങ് വാക്ക് ആയി. We have like 30 hours. We should go. കാത്തിരിപ്പിന് വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് ദുബായിലേക്കുള്ള വിസ അല്ല. എന്നെ കൊണ്ട് ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ച്. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷം? ആസ് യു നോ, ട്രാവലിംഗ് ആൻഡ് ഐ ആം ഹിയർ അറ്റ് ദ എയർപോർട്ട്. ആൻഡ് എന്തൊക്കെ വീഡിയോസാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ ഉള്ള കഥ ഞാൻ പറയാം. ഞങ്ങൾ സിംഗപ്പൂരിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ അവിടുത്തെ ഒരു 8 hour ലേ ഓവർ കഴിഞ്ഞതിന് ശേഷം വിൽ ബി ട്രാവലിംഗ് ടു ദുബായ്. ആൻഡ് ദുബായിൽ ഇന്ത്യൻസ് വിത്ത് ന്യൂസിലൻഡ് റെസിഡൻസി വി ഹാവ് വിസ ഓൺ അറൈവലിൻ്റെ പരിപാടി. അത് ഈ ഫെബ്രുവരിയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് തോന്നുന്നു. സോ ഞങ്ങളത് പരീക്ഷിക്കാന്ന് വെച്ചിട്ട് ഞങ്ങളൊരു ഫ്യൂ മന്ത്സ് നമ്മൾ ടിക്കറ്റ് എടുത്തു, എല്ലാം സെറ്റാക്കി. ആൻഡ് ദെൻ വി ട്രൈ ടു കോൺടാക്ട് UAE ഇമിഗ്രേഷനൊക്കെ കോൺടാക്ട് ചെയ്തു. ദെൻ ഓൾ ഗുഡായിരുന്നു, എല്ലാം സെറ്റായിരുന്നു. ആൻഡ് ദേ ഈവൻ റിപ്ലൈഡ് സെയിങ് ദാറ്റ് യെസ് എല്ലാം ഉണ്ട്, ഓൾ ഗുഡാണ്, ഓക്കെ നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ കിട്ടും ആൻഡ് എവറിത്തിങ്. ആൻഡ് ഞങ്ങളിവിടെ എയർപോർട്ടിലെത്തി. ആൻഡ് ദേ വർ നോട്ട് ഏബിൾ ടു പ്രിൻ്റ് അവർ ബോർഡിംഗ് പാസ്. ഫൈനലി കിട്ടി. എന്നിട്ട് അവർ എനിക്ക് എക്സ്പ്രസ് ട്രെയിനിൽ കൊടുത്തു തന്നു. എന്താണെന്നറിയോ, ഇവിടുത്തെ പ്രശ്നമല്ല, ഇന്ത്യൻ എനിക്ക് കറക്റ്റായിട്ട് പറയില്ല, ബട്ട് വി വർ നോട്ട് ഏബിൾ ടു അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആൻഡ് വി ഹാഡ് ടു വെയിറ്റ് ലൈക്ക് ഓൾമോസ്റ്റ് 2 മണിക്കൂർ അല്ലേ? അപ്പോഴും ഒന്നും പറയാനില്ല. അമല് പ്രാന്തായി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണും കാണുന്നില്ല. ബട്ട് ഇറ്റ് വാസ് ഒടുക്കത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ എയർപോർട്ട് മൊത്തം ശൂന്യം. ആൻഡ് നൗ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ്. ഒന്നും പറയും. ഓൾ ദ സ്റ്റോറീസ് ലേറ്റർ. അങ്ങനെ നമ്മളൊരു ഡേ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായി. ഇവിടെ നിന്ന് എന്തോ ഹെറിറ്റേജ് ടൂർ എന്ന് പറഞ്ഞിട്ട് ഒരു 3 hours. 3 hours ഉണ്ടോ? 2.5 ഉണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 8 hour ലേ ഓവർ ഉണ്ട്. ഇവിടെ വന്നപ്പം ഓൾറെഡി ഞങ്ങൾ ഇവിടെ ലാൻഡ് ആയി. ഇങ്ങനെ ആകാശത്ത് കറങ്ങി 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 ഇപ്പൊ 8:30 അവർ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. I don't know if it's even audible. Yeah. ഡേഞ്ചർ ഇവിടെ നിൽക്കുന്ന എങ്ങനെ ടൂർ പോകാൻ. അത് നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് കഥ പറയാം. ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നാണ്. ഞങ്ങൾ എന്തെങ്കിലും തിന്നുകൊണ്ട് കഥ പറയാം. ബിക്കോസ് എൻ്റെ ലൈഫിൽ ഞാൻ ഇത്ര ഹെക്റ്റിക്കായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഈവൻ കേരളത്തിൽ നിന്ന്
ന്യൂസിലാൻഡ് വന്നപ്പോഴും ഐ ഹാഡ് ലൈക്ക് വെരി ഗുഡ് എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമല്ല, ഇത് എന്തെല്ലോ പ്രശ്നങ്ങളാണ്. ദ വെതർ ആയിക്കോട്ടെ, പീപ്പിൾ, കസ്റ്റമർ സർവീസ് എല്ലാം അടിപൊളിയേ. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമല്ല. ഫ്ലൈറ്റിൻ്റെ പ്രശ്നമാണോ? അല്ല. ലൈക്ക് ബാക്കി കുറേ ഫാക്ടേഴ്സ് ഇല്ലേ വിച്ച് വി കനോട്ട് കൺട്രോൾ. അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ എന്ന് വേണേൽ പറയാം. അല്ലേ? ഇതെല്ലാം നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരുന്നില്ലേ? ലൈക്ക് വെതർ, പിന്നെ കൺട്രി റൂൾസ്. യാ, കഴിക്കാം. ഇതാണ് അമലിലെ കോഴി ഫിഷ് പോണ്ട്. അതിനാകെ ഒരു കോഴിയേ ഉള്ളൂ. വേറെ അതുപോലെ മാംഗോ കേക്ക്. ഓ മൈ ഗോഡ്, ഞാൻ 2 വർഷത്തിന് ശേഷം അടിപൊളി മാംഗോ കഷ്ണം കഴിക്കുന്നത്. So we are traveling to Dubai. ന്യൂസിലാൻഡ് റെസിഡൻസിന്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് വിത്ത് ന്യൂസിലാൻഡ് വിസ ഓൺ അറൈവൽ ഉണ്ട്. നോട്ട് ജസ്റ്റ് ന്യൂസിലാൻഡ് റെസിഡൻസ്, ഓസ്ട്രേലിയ, ജപ്പാൻ, ഏതൊക്കെയോ കൺട്രീസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മേ ബി സംഭവിക്കുക. അവിടെ എത്തിയപ്പം ഞങ്ങൾ ഓക്ലൻഡ് എയർപോർട്ടിലെത്തി. ഞാൻ സിംഗപ്പൂർ എയർലൈൻസിൽ ക്യൂ നിന്നു. ഞങ്ങളുടെ ബോർഡിംഗ് പാസ് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് വി ഹാഡ് ടു വെയിറ്റ് ദെയർ ഫോർ ലൈക്ക് 2 മണിക്കൂർ. ഞങ്ങൾ ക്യൂവിൽ നിന്ന് കുറെ നേരം. അത് കഴിഞ്ഞിട്ട് അവിടെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവര് ഞങ്ങള് കാരണം 2 രാജ്യങ്ങൾ എന്താ പറയാ, ലൈക്ക് ദേ ഹാഡ് ടു കോൺടാക്ട് UAE എമിഗ്രേഷനെ വിളിക്കേണ്ടി വന്നു. എമിഗ്രേഷനോ അവര് 2 മണിക്കൂർ അതേപോലെ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. സിംഗപ്പൂർ എയർലൈൻസിന്റെ ഭാഗത്ത് കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. ലൈക്ക് അവര് ഞങ്ങളുടെ ക്ഷമ നഷ്ടപ്പെട്ട് ഞങ്ങളവിടെ ഇഷ്ടം എന്ത് ചെയ്തു വെച്ചാൽ പുള്ളിക്കാരി അവിടുത്തെ ഡ്യൂട്ടി മാനേജർ ഓർ സംവൺ കെയിം ആൻഡ് സ്പോക്ക് ടു us saying that അക്കോർഡിംഗ് ടു അവരുടെ റൂൾ അനുസരിച്ച് വി ആർ എലിജിബിൾ, ഞങ്ങൾക്ക് 60 ഡേ വരെ നിൽക്കാൻ ഉണ്ട്. ബട്ട് PIO അതിന് അതെന്തോ ഒരു സംഭവം പറഞ്ഞു. അതിന്റെ അകത്ത് അവർക്ക് എന്തോ ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ബോർഡിംഗ് പാസ് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നു. അവസാനം അവർക്ക് എങ്ങനെയൊക്കെയോ അവരെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് ഇവർക്കും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അവർക്കും വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നില്ല. You are eligible for visa on arrival. Okay. All the New Zealand Indian residents keeps in mind. കാരണം ബോർഡിംഗ് പാസ് പ്രിന്റ് ചെയ്ത് കിട്ടി. എന്തെങ്കിലും കംപ്ലൈൻസ് എക്സ്പ്രസ് ലൈനിൽ ഇത് കിട്ടു. ജസ്റ്റ് 15 minutes ബിഫോർ ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നെയാണ്. ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പോലും നേരം ഉണ്ടാവും. ഞങ്ങൾ അവിടെ എത്തി പെട്ടെന്ന് അപ്പോഴത്തേക്ക് ഞങ്ങളുടെ നമ്പർ വിളിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ 10 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ സിംഗപ്പൂർ എത്തി. സിംഗപ്പൂർ എത്തിയതിനു ശേഷം അവിടെ നടന്നത് വേറെ. സിംഗപ്പൂരിലാണെങ്കിൽ വൃത്തികെട്ട കാലാവസ്ഥ. ഇവിടെ മഴയും ഒരു ഭയങ്കര ക്ലൗഡി ആൻഡ് എവറിത്തിങ്. ഞങ്ങളൊരു ടൂർ ബുക്ക് ചെയ്തിരുന്നു അവിടെ. ഈ ടൂർ ഹെറിറ്റേജ് ടൂർ സംതിങ്. ടൂർ ഇസ് ലൈക്ക് 10 മണിക്കാണ് തുടങ്ങുന്നതെങ്കിലും 8:30 അതിന്റെ ചെക്ക് ഇൻ ക്ലോസ്. സപ്പോസ് ടു ലാൻഡ് അറ്റ് 6:20 സംതിങ്. 6:26 സംതിങ് ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യാൻ പറ്റി. ആൻഡ് കറങ്ങി ഓൾമോസ്റ്റ് 7 കഴിഞ്ഞോ 7 ആയിരുന്നു ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെർമിനൽ 2ലേക്ക് ഓടി. അതിന് മുന്നേ ഒന്ന് പല്ലൊക്കെ തേക്കട്ടെ. സമയം 8 മണിയായി. 8 മണിക്ക് ഞങ്ങള് എല്ലാം നടന്ന ടൂർ തിങ്ങിയിൽ അവിടെ എത്തി. ആവുമ്പം പുള്ളിക്കാരി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഓൾറെഡി കൺഫർമേഷൻ കഴിഞ്ഞു? ഞങ്ങൾ ഓൾറെഡി എല്ലാം ചെയ്തിരുന്നു, ഓൺലൈൻ എല്ലാം ചെയ്തു, കൺഫർമേഷൻ ഒക്കെ ചെയ്തിരുന്നു. കൺഫർമേഷൻ വന്നിരുന്നു. ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ മാത്രമാണ്. താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു ലൈക്ക് സേയിങ് ദാറ്റ് ഇന്ന കാര്യം നിങ്ങൾ ഫോം ഫിൽ ചെയ്ത് കൊടുക്കണമല്ലോ. പക്ഷെ ഓൾസോ ഇങ്ങനെ എഴുതിട്ട് എക്സെപ്റ്റ് ട്രാൻസിറ്റിംഗ് ആൻഡ് ആൾക്കാർ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ചോദിച്ചു, ഓക്കെ ഞങ്ങൾ ട്രാൻസിറ്റ് ചെയ്യുന്നവരാണല്ലോ, അപ്പൊ ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെയ്തില്ല. അവിടെ എത്തിയ പുള്ളിക്കാരി നോ നിങ്ങളത് ചെയ്യണമായിരുന്നു. ഞങ്ങൾ ചെയ്തില്ല. എന്നിട്ട് പുള്ളിക്കാരി എഴുതോണ്ടിരിക്കുമ്പം പുള്ളിക്കാരി എല്ലാം ഇങ്ങനെ നോക്കി. എന്നിട്ടാണ് പുള്ളിക്കാരി സമയം കണ്ടത്. സമയം മീൻസ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയം, ഫ്ലൈറ്റിൽ ലാസ്റ്റ് ചെക്ക് ഇൻ സമയമോ 1:30 ലാസ്റ്റ് അവിടെ വരുന്നത്. പക്ഷെ ഈ ടൂർ തുടങ്ങുന്നത് 10 മണിക്കും തിരിച്ചെത്തേണ്ട സമയം എക്സ്പെക്ടഡ് ടു റീച്ച് ബാക്ക് ഇസ് 12:30. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞു ചിലപ്പോ വല്ല ട്രാഫിക്കോ എന്തെങ്കിലും പെട്ടിട്ട് ലേറ്റ് ആയാൽ ലേറ്റ് ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ഹാൻഡ് ലഗേജ് ഉണ്ടല്ലോ, ആ സാധനം. എങ്ങനെയാണ് കാര്യങ്ങൾ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. അല്ലെങ്കിൽ
Yeah, and we were like, സത്യം പറഞ്ഞാൽ വന്നിറങ്ങിയപ്പോ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയും ഞങ്ങളിങ്ങനെ മനസ്സിൽ, അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് ഇനി ടൂറിന് പോണോ വേണ്ടയോ പോണോ, അങ്ങനത്തെ ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇവലേക്ക് ഫൈനൽ റിസ്ക് എടുക്കണ്ട, ബിക്കോസ് 12 മണിക്ക് ടൂർ കഴിഞ്ഞ് ട്രാഫിക്കിൽ പെട്ടുപോയാൽ വിൽ മിസ് ആ ഫ്ലൈറ്റ്. ഇനി അതും കൂടെ ഓക്കെ, we need to go. Bye. ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മളെ നടത്തം തുടങ്ങി. ടെർമിനൽ 3. നമ്മൾ സിംഗപ്പൂരിനോട് വിട പറയുകയാണ്. ഇനി 1 മാസം കഴിഞ്ഞിട്ട് കാണുമ്പോൾ എടുപ്പൊക്കെ ശരിക്കും 32-hour ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ ദുബായിലാണ്. ഫോർ ഇനി കമ്മിങ് 4 ദിവസങ്ങൾ. We got a balcony as well. ഇത് ആക്ച്വലി ഒരു അൺഎക്സ്പെക്റ്റഡ് അപ്ഗ്രേഡ് ആയിരുന്നു. But look at the view. We have Museum of the Future. പിന്നെ ഷേഖ് സായിദ് റോഡ്. ഇവിടെ അങ്ങനെ വേണമായിരുന്നു. നമ്മൾ താഴെ വെള്ളം വാങ്ങാൻ പോയി. ഞങ്ങൾ അധികം ലോക്കൽ ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മെട്രോന്റെ അടുത്ത് ലൊക്കേഷൻ നോക്കി കിട്ടിയ ഒരു സ്റ്റേ ആണിത്. Amal, are you happy with the stay? Chaos ആയിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ സർവീസ് ഇച്ചിരി മോശമാണ്. കുഴപ്പമില്ല. റിവ്യൂ അത്രയില്ല, ബാഡ് റിവ്യൂ ആണ്. മേക്ക് മൈ ട്രിപ്പ് നല്ല റിവ്യൂ, പക്ഷെ ഗൂഗിളിൽ നോക്കുമ്പോൾ ബാഡ് റിവ്യൂ. പിന്നെ അറിയില്ല, അതിന് നിന്ന് നോക്കാം. സാധനം ബേസിക് കാര്യങ്ങൾ. ടവല് കിട്ടിയോ? ഒന്നും കുഴപ്പമില്ല. സോ ഡീഹൈഡ്രേറ്റഡ്, എക്സോസ്റ്റഡ്, എന്തൊക്കെയാ പറയണ്ടേന്ന് അറിയില്ല. സിംഗപ്പൂർ എയർപോർട്ട് കഥകളെല്ലാം കേട്ടല്ലോ. ഇവിടെ എത്തിയപ്പോഴും We had trouble getting our visa on arrival. കാരണം ന്യൂസിലൻഡിൽ ഒരു റെസിഡന്റ് കാർഡ് സിസ്റ്റം ഇല്ല. ഇവിടെ ഒരു ID പ്രൂഫ് ആയിട്ട് കൊടുക്കുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ഡ്രൈവേഴ്സ് ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട്. ലൈക്ക് ഗൾഫ് കൺട്രീസ് ഇങ്ങനെ റെസിഡന്റ് കാർഡോ ബത്താക്ക പിന്നെ ഗ്രീൻ കാർഡ് സിസ്റ്റം അതൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ഇവിടെ എമിഗ്രേഷനിൽ പോയ സമയത്ത് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രൂഫ് ആയിരുന്നു വേണ്ടിയിരുന്നത്. നമ്മുടെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിംഗ് our വിസ കോപ്പി. സോ അതിനകത്ത് ക്ലിയർലി മെൻഷൻഡ് ആയിരുന്നു നമ്മുടെ വിസ ഇൻഡെഫിനിറ്റ് ആണ്, നമ്മുടെ പാസ്പോർട്ട് നമ്പർ, നമ്മുടെ visa number, everything. And moreover, it was clearly mentioned that this document must be carried everywhere we travel. ഇവർ അതിലൊന്നും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. And he called his higher authority and അവർ വന്നു and
അങ്ങേര് ആ പേപ്പർ വൃത്തിക്ക് വായിച്ച് മനസ്സിലാക്കി കൊടുത്തു. ആൻഡ് ദെൻ വിത്തിൻ ലൈക്ക് 2 minutes നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് നമ്മുടെ കയ്യിൽ